വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ടെയിൽസ് ബൈ ഇന്ദു ജീവൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മേഘമലയിലേക്കാണ്. മേഘമല വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ചിന്നമന്നൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ താമസിച്ചത് ചിന്നമന്നൂർ ടൗണിൽ തന്നെയുള്ള ആദില ഇന്റർനാഷണൽ ഹോട്ടലിലായിരുന്നു. തരക്കേടില്ലാത്തൊരു ഹോട്ടലായിരുന്നു അത്. ഇപ്പൊ സമയം 6:45 ആയിട്ടുണ്ട്. ഞങ്ങൾ ഹോട്ടലിൽ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി മേഘമലയിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് ചിന്നമന്നൂർ ടൗൺ. അത് രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. കണ്ടില്ലേ, ഇപ്പൊ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഈ ഭാഗത്താട്ടോ ഫുഡ് കഴിക്കാൻ വന്നേ. ഈ ചിന്നമന്നൂർ ടൗണിൽ നിന്ന് 31 കിലോമീറ്റർ ആണ് കേട്ടോ മേഘമലയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാഗത്തെത്തിപ്പോ കണ്ടോ, ചുറ്റും കുറേ കാറ്റാടികളുണ്ട്. ചെറിയ കാറ്റാടികളൊന്നുമല്ല, വലിയ കാറ്റാടികളാട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്നതായിരിക്കണം ആ മേഘമല മലനിരകൾ അല്ലേ? മേഘമല 25 കിലോമീറ്റർ. സുലോചന, ഓരോ കാറ്റാടിക്കും ഓരോ പേരാണ്. ആ കാറ്റാടിയുടെ പേര് സുലോചന. അതെ അതെ അതെ. അടിപൊളി അടിപൊളി വ്യൂ അല്ലേ? ഈ പുളിമരങ്ങൾ അതിന് കൂടുതൽ ഭംഗി അല്ലേ? റോഡിന്റെ നല്ല സ്ട്രെയിറ്റ് റോഡും ജോഗിങ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര്. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് കാറ്റാടികൾ ഇങ്ങനെ അടുത്ത് കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയാട്ടോ. എന്തൊരു വലിയ സൈസാന്നറിയോ? നമ്മൾ തമിഴ്നാട് ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, വലിയ ട്രെയിലറിൽ ഇങ്ങനെ അതിന്റെ ലീഫ്. അപ്പൊ നമ്മൾ ചിന്തിക്കില്ലേ, ഇതെങ്ങനെ അതിൽ ഫിറ്റ് ചെയ്യുന്നത്, ഇതെന്തായിരിക്കും ഇതിന്റെ സിറ്റുവേഷൻ, അതായത് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് കാണാൻ എന്നൊക്കെ ചിന്തിച്ചില്ലേ? ഇവിടെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. എന്തൊരു സൈസാന്നറിയോ? എന്റെ പുറകെ കണ്ടില്ലേ വലിയ കാറ്റാടികൾ. അത് കറങ്ങുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫാൻ കറങ്ങുന്ന പോലെ ഒരു വലിയ സൗണ്ട് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഞങ്ങൾ കൊടൈക്കനാൽ പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പൊ കൊടൈക്കനാലിനെ പറ്റി വരുന്ന വാർത്തകളില്ലേ, അവിടുത്തെ ക്രൗഡും ട്രാഫിക് ബ്ലോക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഇപ്പൊ ഉണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഒരു ക്രൗഡും ആ ഒരു തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എന്നാൽ കാണാൻ അതുപോലെ തന്നെ ഭംഗിയുള്ള മേഘമലയിലേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടത്തെ ഒരു പപ്പായ തോട്ടത്തിന്റെ മുന്നിലാട്ടോ നമ്മളുള്ളത്. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഒരുപാട് പപ്പായ ഇങ്ങനെ പഴുത്ത് അവർ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ആയിരിക്കില്ല, ഇവിടെ ഒരുപാട് തോട്ടമുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളായിരിക്കും ഒരു മാർക്കറ്റ് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ടേ. അപ്പൊ ഇവിടെ കുറെ കാറ്റാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഓരോ കാറ്റാടികൾക്കും ഓരോ പേരാ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് സുലോചന എന്നൊരു പേരല്ലേ, ഇപ്പൊ കാണുന്ന ഏതാ പൊന്നു? തങ്കം. പിന്നെന്താ രംഗമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലേ നേരത്തെ. അങ്ങനെ ഓരോ പേരിലാട്ടോ ഈ കാറ്റാടികൾ ഇങ്ങനെ ഉള്ളത്. ഓ, സ്ഥലം വിൽക്കാനുണ്ടോ? ഓ, ഇങ്ങനെ പ്ലോട്ട്സ് ചെയ്തിട്ടല്ലേ സ്ഥലം മേടിക്കാം. പക്ഷെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, കൃഷിയല്ലേ, കാണാൻ നല്ല ഭംഗിയുള്ളത്. ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ട് കേട്ടോ. ആ, അവിടെ ഉണ്ട്. ഇവിടെ പ്രൂൺ ചെയ്ത് വിട്ടേക്കാതെ, പ്രൂണിങ് കഴിഞ്ഞ മുന്തിരിയാണ്. കണ്ടില്ലേ, കണ്ട് നമുക്ക് തോന്നുന്നു ഉണങ്ങി നിൽക്കാൻ തോന്നും കേട്ടോ. ചെറിയ ഉള്ളി ഇവിടെ ഒത്തിരി കൃഷിയുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. തെൻപളനി ഈ സ്ഥലത്തിന്റെ പേര് കണ്ടോ, തെൻപളനി. യെസ്. അപ്പൊ ഞാൻ ചെക്ക് പോസ്റ്റിനെ പറ്റി പറഞ്ഞില്ലേ, ഇവിടെയാണ് കേട്ടോ ആ ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഈ ചെക്ക് പോസ്റ്റിലെത്തി. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുക്കണം കേട്ടോ. എന്നിട്ടേ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ചെക്ക് പോസ്റ്റാണ് രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അതായത്
പോയിട്ട് തിരിച്ച് വരുന്നത് നമ്മൾ 5 മണിക്ക് മുന്നേ തന്നെ താഴെ ഇറങ്ങിയിരിക്കണം. 5 മണി കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ആവും. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമുക്ക് വന്ന് അവിടെ സ്റ്റേ ഒന്നും ചെയ്യേണ്ട. മേഘമല കണ്ടിട്ട് തിരിച്ച് വരുന്നവരാണെങ്കിൽ രാവിലെ 6 മണി കഴിഞ്ഞ് ഇവിടുന്ന് കയറി പോവുക. വൈകിട്ട് ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തിരിച്ച് വരിക. ഇത് കണ്ടില്ലേ, പ്ലാസ്റ്റിക് ഫ്രീ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നല്ല അത്രയും എന്താ പറയുക, പ്യുവറായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഈ മേഘമല എന്ന് പറയുന്നത്. അൺടച്ച്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒത്തിരി ടൂറിസ്റ്റുകളൊന്നും ഒരുപാട് അങ്ങനെ പോകുന്ന ഒരു സ്ഥലമല്ല. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കൂടുതലും ബൈക്ക് റൈഡേഴ്സാണ് ഒത്തിരി പോകുന്നത് കേട്ടോ മേഘമലയിലേക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരുപാട് ആനിമൽ പ്രസൻസ് ഉള്ള ഏരിയ ആണ്. മേഘമല ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഹെയർ പിൻ ബെൻഡ് അല്ലേ, ഹെയർ പിൻ ബെൻഡ് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. 18 ഹെയർ പിൻ ബെൻഡ് ഉണ്ട് മൊത്തം. ആഹാ, ചെക്ക് പോസ്റ്റ് എന്താ വേറെ പറഞ്ഞേ? വേറെ ഒന്നുമില്ല, നോ ഡ്രോൺസ് ഏരിയ ആണ്. ഡ്രോൺ ഉപയോഗിക്കരുത്. പിന്നെ നമുക്കൊരു നമ്പർ തന്നല്ലേ, നമ്മുടെ വണ്ടി 11ാമത്തെ വണ്ടിയാണ്. അതിന്റെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ 11ാമത്തെ കാർ ആയിരിക്കണം ഇന്ന് മേളിലേക്ക് കയറി പോയിരിക്കുന്ന വാഹനം അല്ലേ. അപ്പോൾ ഇതേ കയറി വരുമ്പോൾ ഉള്ള ഭംഗിയുള്ളൊരു എന്താ പറയുക ഹെയർ പിൻ ബെൻഡിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. താഴോട്ടുള്ള വ്യൂ നോക്കിക്കേ, എന്തുമാത്രം മുന്തിരിത്തോട്ടങ്ങളാണുള്ള, മുന്തിരിയും മാന്തോട്ടങ്ങളും കൃഷി ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. മേഘം മൂടിയ മലനിരകളും ഉണ്ട് കേട്ടോ കൂടെ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല കാറ്റാണ്. കിളികളുടെയൊക്കെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാം കേട്ടോ. ഏതായാലും കൊള്ളാം. നമ്മൾ ഈ മേഘമലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് മഴയുള്ള സമയങ്ങളിൽ ഹെവി റെയിനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങോട്ട് വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങോട്ട് ബുദ്ധിമുട്ട് മാത്രമല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. കാരണം മണ്ണിടിച്ചിലിനതേ കണ്ടില്ലേ, കല്ലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അതുപോലെ വലിയ കല്ലുകൾ ഉരുണ്ട് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് യാത്ര ഒഴിവാക്കുക കേട്ടോ. വേണ്ട അപ്പൊ ആനിമൽ പ്രസൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മളിപ്പോ മങ്കീസിനെയല്ലേ കണ്ടേ, എന്നാ മങ്കി മാത്രമല്ല സിംഹം ഒഴിച്ച് അല്ലേ, സിംഹം ഒഴിച്ചുള്ള വൈൽഡ് ആനിമൽസ് എല്ലാം ഉണ്ട്. കരടി, കടുവ, പുലി, ആന, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. ഓ പരുന്ത് ദേ പോയി. അതാ പാറയിൽ നിന്ന് അറിയുന്നില്ലല്ലേ. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു മലയോര പ്രദേശമാണ് മേഘമലൈ. ഹൈ വേവി മൗണ്ടൻസ് എന്നാണ് മേഘമല അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് മേഘമലൈ. വുഡ്ബ്രിയാർ ഗ്രൂപ്പ്സിന്റെ 4 തേയില എസ്റ്റേറ്റുകളാണ് മേഘമലയിലുള്ളത്. ക്ലൗഡ് ലാൻഡ്സ്, ഹൈ വേവീസ്, വെണ്ണിയാർ, മണലാർ എന്നീ എസ്റ്റേറ്റുകളാണ് അവിടെയുള്ളത്. തേയില എസ്റ്റേറ്റുകളും മേഘങ്ങളെ ഉമ്മവച്ച് നിൽക്കുന്ന മലനിരകളും ശാന്തമായ അന്തരീക്ഷവുമാണ് മേഘമലയുടെ സൗന്ദര്യം. ടൂറിസ്റ്റുകൾ അധികം വരാൻ തുടങ്ങിയിട്ടില്ലാത്ത ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ മേഘമല. അതുകൊണ്ട് തന്നെ ഒട്ടും കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടില്ല മേഘമല. തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, കാപ്പിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും മേഘമലയിലുണ്ട്. ഏകദേശം 600 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലുള്ള മേഘമല ടൈഗർ റിസർവും ഇവിടെയാണുള്ളത്. ഇന്ത്യയിലെ 51ാമത്തെയും തമിഴ്നാട്ടിലെ 5ാമത്തെയും ടൈഗർ റിസർവാണ് മേഘമല ടൈഗർ റിസർവ്. ശരിക്കും പറഞ്ഞാൽ മേഘമല ടൈഗർ റിസർവ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു തുടർച്ച തന്നെയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ വൈഗൈ നദി ഉത്ഭവിക്കുന്നത് മേഘമല മലനിരകളുടെ ഹൃദയഭാഗമായ വെള്ളിമലയിൽ നിന്നാണ്. ഒട്ടും കൊമേഴ്ഷ്യലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റേ ഓപ്ഷൻസ് വളരെ കുറവാണ് മേഘമലയിൽ. ചില പ്രൈവറ്റ് റിസോർട്ടുകളും പിന്നെ ഹൈവേവിസ് പഞ്ചായത്ത് വക റെസ്റ്റ് ഹൗസും മാത്രമാണ് സ്റ്റേ ഓപ്ഷനായിട്ടുള്ളത്. അതുതന്നെ വളരെ മിനിമം സൗകര്യങ്ങളോട് കൂടിയതാണ്. മാത്രമല്ല മുൻകൂട്ടിയുള്ള ബുക്കിംഗും ആവശ്യമാണ്. കാരണം മേഘമലയിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിവരം നമ്മൾ താഴെ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കേരളത്തിൽ നിന്നുള്ളവർക്ക് കുമിളി വഴി കമ്പത്ത് വന്ന് അവിടെ നിന്ന് ചിന്നമന്നൂർ വഴി മേഘമലയിൽ എത്താം. തേനിയും കമ്പവുമാണ് ചിന്നമന്നൂരിനടുത്തുള്ള പ്രധാന സിറ്റികൾ. എന്താ പറയാ, ഫ്രജൈലായിട്ടുള്ള ഏരിയയാണ്. പിന്നെ നമ്മുടെ പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതുകൊണ്ട് തമിഴ്നാട് ശരിക്കും ഇതിനെ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവിടെ കൂടുതൽ താമസത്തിനായിട്ടുള്ളത് അവരായിട്ട് തന്നെ അത് ഒരുക്കാത്തതാണെന്നാണ് തോന്നുന്നത് അല്ലേ. ഗവൺമെന്റ് തന്നെ വലിയ താല്പര്യമില്ല. കാര്യം
പ്രകൃതി, ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതി സന്തുലിതാവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭംഗി പോവും. അങ്ങനെ ഭംഗിയുടെ കാര്യത്തിനല്ല, ഇത് എപ്പോഴും അപകടം നടക്കാവുന്നത്. അങ്ങനെയാണ്. ഇടപെടൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണ്ണ്, പിന്നെ ഉരുൾപൊട്ടലും അതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആണ് ഗവൺമെന്റ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്തത്, ഇവിടെ ടൂറിസം. പിന്നെ ആൾക്കാർക്കാണെങ്കിൽ വന്ന് കണ്ട് പോകാമെന്നുള്ളതല്ലാതെ ഇവിടെ താമസിച്ച് ഊട്ടി പോലെ കൊടൈക്കനാൽ പോലെ ഇതിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഗവൺമെന്റിന് താല്പര്യമില്ല. കാര്യം പ്രകൃതിക്ക് വലിയ ദുരന്തം അത് ഉണ്ടാക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് ഇവിടെ അധികം ടൂറിസം പ്രൊമോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി റോഡാ കേട്ടോ. നമ്മൾ വരാൻ പറ്റും. അതെ 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 അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ റൈഡേഴ്സ് ഉണ്ടല്ലോ, അവര് വന്ന് നല്ല രീതിയിൽ റൈഡറാണോ ഏതായാലും നല്ല സ്മൂത്ത് റോഡാണ്. വീതി കുറവാണ്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡേഞ്ചറസ് കർവ്സ് ഉണ്ട്, കർവ്സ്. അത് അവര് വാർണിംഗ് ബോർഡും വെച്ചിട്ടുണ്ട്, ഡേഞ്ചറസ് കർവ് ഹെഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളീ പോകുന്ന വഴിക്ക് റോഡില് നല്ല രീതിയിൽ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആന ഇറങ്ങുന്ന ഭാഗങ്ങൾ തന്നെയാണ്. വെറുതെ ആണോ രാത്രി യാത്ര അവര് നിരോധിച്ചിരിക്കുന്നത്? നല്ലോണം അനിമൽ പ്രസൻസ് ഉണ്ട്. വരുന്ന വഴിക്ക് 2-3 കാട്ടുകോഴികളെ കണ്ടു കേട്ടോ. എല്ലാം ഞങ്ങൾ അടുത്ത് വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴേക്കും പറന്നുപോയി. ഇനി കാണുമ്പോ ദൂരന്നേ വണ്ടി നിർത്തണേ. പക്ഷെ അത് അതെ, ആൾക്കാരുടെ പ്രസൻസ് അറിയുമ്പോ അത് പറന്നു പോകും. അതെ, ഭംഗിയുണ്ടായിരുന്നല്ലേ കാണാൻ, കളർഫുൾ. 7ാമത്തെ ഹെയർ പിന്നിൽ എന്തേ ആനപ്പിണ്ടം കിടപ്പുണ്ട് കേട്ടോ. ആനയെങ്ങാനും കാണാൻ പറ്റുമോ? നമ്മുടെ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നു 1 വർഷം മുന്നേ. അരിക്കൊമ്പൻ ഈ മേഘമല ഏരിയയിലൊക്കെ ഇങ്ങനെ വിഹരിച്ച് നടന്നിട്ടുണ്ട്. മുന്നിലേക്ക് വരുമ്പോൾ കണ്ട ഒരു ബോർഡാ കേട്ടോ, എലിഫന്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിന് തൊട്ട് താഴെ തന്നെ കണ്ടോ ഒരു ചെക്ക് ഡാം ഉണ്ട്. ഒരു ചെക്ക് ഡാമും അവിടെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം തന്നെ ആയിരിക്കണം. ആനയും ഇവിടെ വെള്ളം കുടിക്കാൻ വരുമായിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വാർണിംഗ് ബോർഡ് അവർ വെച്ചേക്കുന്നത്. അപ്പോൾ തൽക്കാലം അവിടെ മൃഗങ്ങളെയൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ സ്റ്റേ ഓപ്ഷൻസ് കുറവാന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ അതേ കണ്ടോ, നമ്മൾ മേഘമല എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം സ്റ്റേ ഫെസിലിറ്റീസ് ഒക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറേയേറെ ഹെയർ പിൻ ബെൻഡുകൾ കയറി വന്നപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ള ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പാട്ടോ, ഈ കാറ്റ് ഇങ്ങനെ തണുക്കുന്നുണ്ട്. പൊന്നു എങ്ങനെയുണ്ട്? നല്ല വ്യൂ ആട്ടോ, നല്ല രസമായിട്ട് നമുക്ക് ആ ഒരു വൈഡ് എന്താ പറയാ 360 ഡിഗ്രി എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മേഘങ്ങളൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന മലനിരകൾ. ഇവിടെ നിൽക്കുന്നെങ്കിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് മുഴുവൻ ആനപ്പിണ്ടങ്ങളുണ്ടായിരുന്നു. ആനപ്പിണ്ടം റോഡിൽ ഇങ്ങനെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ സേഫ് ആണെന്ന് തോന്നുന്നു. എന്തായാലും വ്യൂ കണ്ടിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. മഴ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ഇത് കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ മഴക്കാലത്താണെന്ന് തോന്നുന്നു. ഒരു വലിയ കുന്ന് കണ്ടോ, അത് പാടെ ഇതേ ഇടിഞ്ഞിങ്ങനെ താഴേക്ക് വന്നിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ മേഘമല ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ജനവാസം ആരംഭിക്കുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയുണ്ടോ. ദൂരെ ചേച്ചിമാരിങ്ങനെ തേയില കൊളുന്തൊക്കെ നുള്ളുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ചെറിയ അരുവിയൊക്കെ ഒഴുകി വരുന്നത് കാണാം. പിന്നെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും, അതായത് എന്തൊക്കെ തരത്തിലാണെന്ന് എനിക്കറിയില്ല, ഒരുപാട് തരത്തിലെ പൂക്കളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അവക്കാഡോ ഒക്കെ ഇങ്ങനെ മരത്തിൽ നിറയെ കായ്ച്ചു ഒലിച്ച് കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുണ്ടോ എന്തുമാത്രം അവക്കാഡോ ആയ കാഴ്ച കിടക്കുന്നതാണ്. ഇത് മാത്രമല്ല, വരുന്ന വഴിക്ക് വീടുകളുടെയും ഈ പറമ്പുകളുടെയൊക്കെ സൈഡിലൊക്കെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ കായ്ച്ചു കൊലച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ്. നല്ല കാം ആൻഡ് ക്വൈറ്റായിട്ട്, ഒരു പുറത്തുനിന്ന് ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. വല്ലപ്പോഴും വരുന്ന വണ്ടികളുടെ സൗണ്ട് എന്നല്ലാതെ ഭയങ്കര ശാന്തമായ ശാന്തസുന്ദരമായിട്ടൊരു അന്തരീക്ഷം കേട്ടോ. നോർമലിയുള്ള അമ്പലങ്ങൾ, അതായത് ഭയങ്കര ബ്രൈറ്റ് പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണുന്നതിൽ ചെറിയൊരു എന്താ പറയുക, കാണാൻ അത്ര ഭംഗിയില്ല എന്നൊക്കെ തോന്നൽ വരാറില്ലേ. പക്ഷേ ഈ ഒരു പച്ചപ്പരവതാനി, ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ആ ഒരു അമ്പലം കൊണ്ട് എന്ത് രസമാണെന്ന് നോക്കി, ഒരു അടിപൊളി ഫ്രെയിം ആയിട്ടില്ലേ. അപ്പം മേഘമലയിൽ ഈ ഒരു നല്ല ഭംഗിയുള്ള അമ്പലം മാത്രമല്ല, ഈ റോഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്, അതായത് അമ്പലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വരും ഒരു പള്ളിയുണ്ട് കേട്ടോ. വുഡ്ബ്രയർ എസ്റ്റേറ്റിലേക്കുള്ള ഒരു പ്രൈവറ്റ് റോഡിൻ്റെ ആ ഒരു വഴിക്കുള്ളിലാണ് അമ്പലം ഉള്ളത്. കണ്ടില്ലേ, അവിടെ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, മറ്റു വാഹനങ്ങളൊന്നും കടക്കാതിരിക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ നടന്നു പോയി അവിടുത്തെ കാഴ്ചകൾ കാണാവുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ക്ഷേത്രം തുറന്നൊന്നും ഇരിപ്പില്ല. ട്ടോ നമ്മളുള്ളത്. നോക്കി എന്ത് നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് കുഞ്ഞ് ബിൽഡിംഗ്. നമുക്ക് ഉള്ളിലേക്ക് കയറി ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടുത്തെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി എന്ത് ഭംഗിയുള്ള ഒരു ലൊക്കേഷനിൽ ആ ഒരു പോസ്റ്റ് ഓഫീസ് ഉള്ളതെന്ന്. അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് മേഘമല ഗ്രാമം. ചിന്നമന്നൂരിൽ നിന്നും വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇവിടെ വരെ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. പക്ഷേ മേഘമലയുടെ ശരിക്കുമുള്ള സൗന്ദര്യം കാണണമെങ്കിൽ ഇനിയും 10-20 കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് പോകണം. അതിന് നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ മേഘമല കാണാൻ വരുന്നവർ കഴിവതും സ്വന്തം വാഹനങ്ങളിൽ വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ടാക്സി വാഹനങ്ങൾ എടുക്കേണ്ടി വരും. മേഘമല ഗ്രാമത്തിൽ നിന്നും 5 കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൈവേ വീസ് ഡാമിലേക്ക് എത്തും. പിന്നെ ഒരു പ്രധാന കാര്യം, ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് മേഘമലയിലേക്ക് വരുന്നതെങ്കിൽ ഡെസ്റ്റിനേഷൻ മേഘമല എന്ന് സെറ്റ് ചെയ്യരുത്. പകരം ഹൈവേ വീസ് ഡാം എന്ന് വേണം സെറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. ഹൈവേ വീസ് ഡാമിലേക്ക് ആർക്കും പ്രവേശനമില്ല. പുറത്തു നിന്നുള്ള കാഴ്ചകൾ കാണാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹൈവേ വീസ് ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പേച്ചിയമ്മാൾ ഹോട്ടലാണ് കേട്ടോ നമ്മളീ കാണുന്നത്. മേഘമലയിലേക്ക് വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ ആശ്രയിക്കാവുന്ന ഒരേ ഒരു ഹോട്ടലാണ് ഇത്. അതെല്ലാരും ബോണ്ട മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എന്നാ പറഞ്ഞു
അടുത്ത ഇഡ്ഡലി. நைட்டு 10 மணி வரைக்கும் கூட இருக்கும். ஆர்டர் கொடுத்தால் நைட்டு 10 மணி வரைக்கும் கூட இருக்கும். നല്ല രുചിയുള്ള ഇഡ്ഡലിയും ദോശയും ബോണ്ടയും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്നും കഴിച്ചത്. മേഘമലയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തൽക്കാലം മറ്റു ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓർഡർ നൽകിയാൽ രാത്രി 10 മണി വരെ പേച്ചിയമ്മാൾ നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തരും. മേഘമലയിൽ നൈറ്റ് സ്റ്റേ ചെയ്യുന്നവർക്ക് അതൊരു ഉപകാരം തന്നെയായിരിക്കും. ഇത് കണ്ടില്ലേ, ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഉള്ള അവസ്ഥയല്ല, ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ ഫുൾ കോടമൂടി നല്ല അന്തരീക്ഷമായി. ഡാമിന്റെ ഭാഗമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പതേ ഫുള്ള് കോടം പോയി. ഈ കാണുന്നതാണ് കേട്ടോ ഹൈവേവീസ് ഡാം. പേച്ചിയമ്മ ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. കോട കാരണം നമുക്ക് വിസിബിലിറ്റി വളരെ കുറവാണ്. ചെറിയൊരു ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്, ചാറ്റിൽ മഴ, ചെറിയൊരു ചാറ്റിൽ. മേഘമലയിൽ ഇനി നമുക്ക് കാണാനുള്ളത് 3 സ്പോട്ടുകളാണ്. അല്ല, മൊത്തം ഏതാണ്ട് 4 സ്ഥലങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ടും. അത് 3 ഡാം സൈറ്റ് ആണ്. ഒന്ന് ഹൈവേവീസ് ഡാം, പിന്നെ മണലാർ ഡാം, പിന്നെ ഇരവങ്കലാർ ഡാം. ഇതും എല്ലാം തന്നെ മാൻമെയ്ഡ് ഡാമാണ്, കൃത്രിമ തടാകങ്ങളാണ്. അതിൽ നമ്മൾ ഹൈവേവീസ് ഡാം കണ്ടു, അതിനകത്ത് എന്തായാലും വെള്ളമില്ല. ഇനി ബാക്കി രണ്ടും ഉള്ളത് ഒന്ന് മണലാർ ഡാമും ഇരവങ്കലാർ ഡാമും കൂടെയാണ്. അതിലോട്ട് പിന്നെ മഹാരാജാ മേട്ടെന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് കൂടെയുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും കോട കിടക്കുന്നതുകൊണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് എങ്ങനെയായിരിക്കും വ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റും. പെട്ടെന്നല്ലേ കാലാവസ്ഥ മാറിയേ? അല്ല, രാവിലെ നമുക്ക് ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നല്ലോ. മേഘമലയിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന പ്രധാന കാര്യം ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്ന മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന മലനിരകളും പിന്നെ തേയിലത്തോട്ടങ്ങളുമാണ്. വല്ലപ്പോഴും വീശിയടിക്കുന്ന കാറ്റിൻ്റെ ശബ്ദവും നല്ല സുഖമുള്ള തണുപ്പും എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന നനുത്ത മഴയും ഒപ്പം കോടമഞ്ഞും. ഇതാണ് മേഘമല. ഹൈവേവീസ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോ മണലാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ബോർഡ് കണ്ടോ, മേൽ മണലാർ. ഇനി ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, മണലാർ ബ്രിഡ്ജ്. മണലാറിലെ ഭംഗിയുള്ളൊരു പാലാട്ടോ. ഈ പാലം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. തമിഴ് സിനിമ, അതായത് ജയ് ഭീം, സൂര്യയുടെ ജയ് ഭീം സിനിമയിൽ ഒരു പാട്ട് ഈ ഒരു പാലത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഭൂരിഭാഗം ലൊക്കേഷനും മേഘമലയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പാട്ട് ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തലക്കോതും ഇളങ്കാറ്റ്, ആ ഒരു സോങ് കണ്ടു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും.
അപ്പൊ ഈ ചാറ്റൽ മഴയിൽ മേഘമലയിൽ തേയില കൊളുന്ന് നുള്ളി എടുത്താലോ? ഇതിലൊന്നും ഇതാ കണ്ടോ, ഇങ്ങനെ കേട്ടോ നുള്ളി എടുക്കുന്നത്. അപ്പോൾ നല്ല മഴയത്ത് ഞങ്ങൾ മഹാരാജ വീട് കാണാൻ പോവാണ്. അതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അവിടുന്ന് കാണാൻ പറ്റുന്നത് ചിന്നമന്നൂരും കമ്പം തേനി ഭാഗവും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ മഴയും കോടയും ഒക്കെയാണ്, എത്രമാത്രം വിസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ഇതൊരു വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയും. അപ്പൊ ഞങ്ങൾ ഏതായാലും മഹാരാജ വിട്ട് പോകുന്നില്ല. ഇത് കണ്ടില്ലേ ഈ ഒരു മഴയും കോടയും കാരണം എപ്പോൾ കാറ്റടിക്കാനെങ്കിൽ കാറ്റടിച്ച് വന്ന് അത് മാഞ്ഞാലേ നമുക്ക് ആ വ്യൂ ഒക്കെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ വെറുതെ ആ ഒരു സാഹസം വേണ്ടാന്ന് വെച്ചു. നമുക്ക് വ്യൂ കാണാൻ പറ്റില്ലെങ്കിൽ വെറുതെ പോയിട്ട് കാര്യമില്ല. നമുക്കത് വേറൊരു ക്ലൈമറ്റിൽ, അതായത് പിന്നെ എപ്പോഴെങ്കിലും വന്ന് ഈ വ്യൂ ഒക്കെ കാണാം. പിന്നെ നമ്മളീ കാണുന്ന ഭാഗം, ഈ ഒരു മഹാരാജ മേറ്റിൻ്റെയും മേഘമലയുടെ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ വർഷം അരിക്കൊമ്പൻ ഇങ്ങനെ മതിച്ചു നടന്ന സ്ഥലമാണ് കേട്ടോ. അവൻ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, റേഷൻ കടകളൊക്കെ തകർത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ ഏരിയയാണ്. പിന്നെ ഈ ഒരു മേഘമലയിൽ 3 ഡാമുകളാണുള്ളത് കേട്ടോ. പക്ഷെ ആ ഡാമുകളിലേക്കൊന്നും ആരെയും പ്രവേശിപ്പിക്കില്ല. ബിസിനസ്സിനൊന്നും പ്രവേശിപ്പിച്ച് അവിടെ പോയി കാണാനുള്ള സൗകര്യമൊന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, എന്താ പറയുക, മദ്യപിച്ചും മറ്റും ആൾക്കാർ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കി അതിലേക്ക് വീണ് മരിക്കുകയും അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ നമ്മൾ തന്നെയാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. ആൾക്കാർ മര്യാദയ്ക്ക് പോയി കണ്ടിട്ട് വന്നെങ്കിൽ ബാക്കിയുള്ളവർ കൂടെ പോകുമായിരുന്നല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ആരെയും കടത്തി വിടുന്നില്ല കേട്ടോ. നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മേഘമലയിലെ കാഴ്ചകളൊക്കെ? ഞങ്ങൾ ഏതായാലും മേഘമലയൊക്കെ കണ്ട് ഇതേ ചിന്നമന്നൂർ എത്തി. റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇനി വീട്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ചിന്നമന്നൂർ കമ്പം ഭാഗത്ത് ഇപ്പൊ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഡ്രിസ്സിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ മഴയൊന്നും അല്ല. ഇനിയിപ്പോ പോകുന്ന വഴിക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തണമെന്നുണ്ട്. വേറൊന്നും അല്ല കേട്ടോ, മുന്തിരി. ഞങ്ങൾ കമ്പം വന്നിട്ട് മുന്തിരി മേടിച്ചില്ല. അപ്പൊ തിരിച്ചു പോകുമ്പോൾ മുന്തിരി മേടിക്കാന്ന് കരുതി അങ്ങനെ മുന്തിരി മേടിക്കണം. പിന്നെ ഒരുപാട് സ്ഥലത്ത് മാമ്പഴം, പലതരത്തിലുള്ള മാങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കടകളിൽ. അപ്പൊ നല്ല മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കണം. ജെനിസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ജിഗർതണ്ട ഷോപ്പ് കണ്ടു. ഇതൊക്കെ കണ്ടുപിടിച്ചു. മധുരൈ ഫേമസ് ജിഗർതണ്ട, അത് കുടിക്കുടി. ഓഹോ, ഫുൾ പ്ലാനിങ് ആയിരുന്നു അല്ലേ? നോക്കട്ടെ, അപ്പൊ ജിഗർതണ്ട ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ കഴിക്കാം. കൊഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ജിഗർതണ്ട. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങള് മേഘമലയിൽ ഇന്ന് വരാനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ 17ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? മേഘമല നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ്. അതുക്കും മേലെ എന്ന് പറയാം കേട്ടോ. അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. പെട്ടെന്ന് ആരും അങ്ങനെ പോകുന്നില്ല എന്നുള്ളതല്ല, കുറെ ആൾക്കാർ പോകുന്നുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാരില്ല. മറ്റ് സന്ദർശകരുടെ വലിയ തിരക്കോ ബാഹുല്യമോ ബഹളമോ ഒന്നുമില്ല. നല്ല ഒട്ടും കമേഴ്ഷ്യലൈസ്ഡ് അല്ല, നല്ല വൃത്തി. പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ വളരെ കുറച്ച് വിസിറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. നല്ല ശാന്തതയാണ് അല്ലേ, നല്ല സമാധാനം, ഒരു ബഹളവും ഇല്ല. പിന്നെ കാണാനാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ നോക്കിയാലും ഫ്രെയിം എന്നൊക്കെ നമ്മൾ ഒരു ഇന്ന ഡെസ്റ്റിനേഷൻ ഒന്നല്ല. മേഘമല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മേഘമല ചെന്ന് കഴിഞ്ഞാൽ മേഘമലയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഹൈവേസ് ഡാം തുടങ്ങുന്നത്. അവിടെ മുതൽ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. അതൊരു 10, 20, 30 കിലോമീറ്റർ. ഡാം അല്ല, മേഘമല വില്ലേജിലെ തേയിലത്തോട്ടങ്ങളും അവിടെ വ്യൂ ആണ്. അല്ല ഉണ്ട്, ഞാൻ പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഹൈവേ ഡാംസ് ആണ്. അവിടെ മുതൽ അല്ലെങ്കിൽ മേഘമല നമ്മളെ വില്ലേജ് എത്തുന്ന മുതൽ പിന്നെ ഒരു 10, 20, 30 കിലോമീറ്റർ ചുറ്റളവില്
ചുറ്റളവല്ല, ഒറ്റ റോഡാണ്. ആ ഒറ്റ റോഡ് മുഴുവൻ 2 സൈഡും കാഴ്ചകളാണ്. അപ്പൊ നമുക്ക് ചിന്നമന്നൂരിൽ നിന്ന് മേഘമല വരെ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ. ചിന്നമന്നൂരിൽ നിന്ന് മേഘമല വരെ ഏകദേശം 35 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ മേഘമല ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 10, 20, 30 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാം കൂടി വരുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു 100 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് വരുമ്പോഴത്തേക്കും അതിമനോഹരമായ കാഴ്ച. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ തോന്നൂല കേട്ടോ. എവിടെ പോയാലും അയ്യോ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കുക, ഇവിടെ നമ്മൾ വണ്ടി കയറുന്നു, ഒരു 50 മീറ്റർ ചെല്ലുന്നു, വീണ്ടും നിർത്തുന്നു, വീണ്ടും ഫോട്ടോ എടുക്കുന്നു, വീണ്ടും ഇറങ്ങുന്നു, വീണ്ടും വണ്ടി കയറുന്നു, 50 മീറ്റർ ചെല്ലുമ്പോൾ അയ്യോ അതിനേക്കാളും നല്ല സ്ഥലമാണല്ലോ ഇവിടെ എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ വീഡിയോയിൽ മേഘമലയുടെ ഭംഗി ഒരു എത്ര ശതമാനം, 50% പോലും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ. നേരിട്ട് വന്ന് തന്നെ കാണണം. അത് നമുക്ക് കണ്ണിന് പകരം ക്യാമറ വെക്കേണ്ടി വരും. അത് അവിടുത്തെ കാഴ്ചകൾ മൊത്തം നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ അത്രയും കാഴ്ചകൾ നമുക്ക് മൊത്തത്തിൽ എടുക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. അത്ര മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് കൺഫ്യൂഷനാണ്, ഇതെടുക്കണോ അതെടുക്കണോ, ഏത് ഭാഗത്ത് നിന്ന് എടുത്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് കുറച്ച് നന്നായിട്ട് കിട്ടുക, ഇതിലും ബെറ്റർ അല്ലേ അത്, അതിനേക്കാളും ബെറ്റർ അല്ലേ ഇത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഭയങ്കര രസമുള്ള സ്ഥലമാണ്, നല്ല രസം. പിന്നെ നമ്മളെ കാലാവസ്ഥ ഏതായിരുന്നു, കോടമഞ്ഞും ചെറിയ ഡ്രിസ്ലിങ്ങും ചെറിയൊരു മഴയും എല്ലാം കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് പ്രത്യേകം. പിന്നെ കോടമഞ്ഞില്ലായിരുന്നെങ്കിൽ കാഴ്ച ഇതിനേക്കാളും കുറെ കൂടി. നമ്മള് കോടമഞ്ഞ് ഇല്ലാത്ത വ്യൂ എക്സ്പീരിയൻസ് ചെയ്തു, കോടമഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തു, പിന്നെ ചെറിയ ഡ്രിസ്ലിംഗ് അല്ലേ. രാവിലെ കയറിയപ്പോൾ കോടമഞ്ഞില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കോടമഞ്ഞാണ്. കോടമഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു വ്യൂ, പിന്നെ മഴയുടെ ഒരു ഭംഗി, അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ചില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഒരു 19-18 ഡിഗ്രി. നല്ലൊരു റൊമാൻറ്റിക് ഡെസ്റ്റിനേഷനാണ്. നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്നതിന് പകരം ആൾക്കാർ കുറച്ചുകൂടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ തിരഞ്ഞെടുത്താൽ വളരെ നന്നായിരിക്കും. ഊട്ടി കൊടൈക്കനാലിനേക്കാളും പുറത്താണ് സംഭവം. ഒന്നാമത് ആരും ഒരു ശല്യമില്ല, വളരെ കാം ആൻഡ് ക്വയറ്റാണ്. എത്ര നേരം അവിടെ നിന്നാലും നമുക്ക് പിന്നെ മടുക്കത്തില്ല. അങ്ങനെ അതിമനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നല്ല സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ജനുവരി, ഫെബ്രുവരി വരെയാണ്. ഇപ്പൊ ശരിക്കും ഒരു ഓഫ് സീസൺ ആണ്. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഓഫ് സീസണിലും ഇത്ര നല്ല ഭംഗി. മഴ തുടങ്ങിയല്ലോ, മഴയുടെ ഏകദേശം തുടക്കമൊക്കെ ആയിരുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ചിന്നമന്നൂര്, മേഘമല, ഈ റീജിയൻ എന്നൊക്കെ പറഞ്ഞത്. വൈഗാ നദിയുടെ ഉത്ഭവം ഈ മേഘമലയിൽ നിന്നാണ് കേട്ടോ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വൈഗൈ ഡാം ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ മധുര സീരീസിൽ വൈഗൈ ഡാമിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കുള്ള വെള്ളം അല്ലെ, അതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് മേഘമലയിൽ നിന്നാണ്. ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നില്ല ആഗ്രഹം. ജെനിസ് ഗ്രേപ്സിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു ഷോപ്പുള്ളത്. മുന്തിരിയൊക്കെ മേടിച്ചിട്ട് ഓരോ ജഗർദണ്ട കുടിക്കാമെന്ന് കരുതി ഞങ്ങളിത് ഇങ്ങോട്ട് വന്നു. രണ്ടുപേരും അവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ജനാലയുടെ അടുത്ത്. ആ ജനാല തുറക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? മുന്തിരി തോട്ടത്തിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിംഗും കഴിഞ്ഞു കേട്ടോ. ഇച്ചിരി മാങ്ങയൊക്കെ മേടിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രയും വിശേഷങ്ങളും ഒക്കെ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.